നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ പരിചിതമായിട്ടുള്ളതും എന്നാൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഏത് ആരോഗ്യസ്ഥിതിയിലുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഓയിലാണ് ഒലീവ് ഓയിൽ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഒലീവ് ഓയിൽ ഉള്ളിലേക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. അതുമാത്രമല്ല നമുക്കിത് സ്കിൻ കെയറിലും വളരെയധികം വൈറ്റ്ലി നമ്മൾ ഉപയോഗിച്ച് വരുന്ന വളരെ നല്ലൊരു ഓയിലാണ്. പിന്നെ ഇത് ഏറ്റവും സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഓയിലാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ അല്പം നമ്മൾ മടി കാണിക്കുന്നത് ഇതുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലായാലും നമുക്കിത് ഉൾപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല. അത് കോക്കനട്ട് ഓയിലായാലും നല്ലെണ്ണയായാലും ഒക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് മുൻപ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ് ഒലീവ് ഓയിൽ എന്നുള്ളതും. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് അവർ ഉപയോഗിച്ച് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം മലയാളികൾ അത്ര തന്നെ ഉപയോഗിക്കാറില്ല. ഇനി അത് പാകം ചെയ്ത് കഴിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മളത് സാലഡ് പോലുള്ള രൂപത്തിലൊക്കെ തന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയാറുള്ള ഒരു ഓയിൽ കൂടിയാണ്. ഇത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത്തരം ഫാറ്റ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അമിതമായിട്ടുള്ള വണ്ണം വെപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഇനി അത് മാത്രമല്ല ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതും. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കും നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സന്ധിവേദന അല്ലെങ്കിൽ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ഇത് സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിലുള്ള വേദനകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ വയറിലുണ്ടാവുന്ന അൾസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഒലീവ് ഓയിലിൽ അടങ്ങിയിട്ടുള്ള ഫിനോളിക് കോമ്പൗണ്ട്സ് ഒക്കെ തന്നെ ഹെലിക്കോബാക്ടർ പൈലോറിയുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്നതിനാൽ വയറിലെ അൾസർ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ വരാതിരിക്കാൻ ഹെൽപ്ഫുള്ളാണ്. എന്ന് മാത്രമല്ല ക്യാൻസർ സെൽസിനെ തടയാനുള്ള ഒരു ശക്തി കൂടെ ഈ ഒരു ഒലീവ് ഓയിലിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ശീലമാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിത് സ്കിന്നിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു ഓയിലാണ്. എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓയിൽ ഒലീവ് ഓയിൽ തന്നെയാണ്. നാട്ടിൽ നമുക്ക് അത്ര തന്നെ സുലഭമായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും ഇത് പുറമേയൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ സ്ഥിരമായിട്ട് ഇതിന് ഓഫറൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുന്ന പുറമേ ഉള്ളവർക്ക് ഇത് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഇനി ഇത് കുഞ്ഞുങ്ങളിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് തേച്ച് കുളിപ്പിക്കാൻ ഏറ്റവും നല്ല ഓയിലാണ് ഒലീവ് ഓയിൽ എന്നുള്ളത്. പുറമേയൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും, കാരണം ക്ലൈമറ്റ് വളരെയധികം തണുപ്പുള്ളതാണ്, പെട്ടെന്ന് ഡ്രൈ സ്കിൻ ആവാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എന്നല്ല മുതിർന്നവർക്ക് ഉപയോഗിക്കാം, ഒരേപോലെ തന്നെ ഗുണം തരുന്നതാണ്. അത് ചില സ്കിന്നൊക്കെ തന്നെ അടർന്ന് മാറി പോവാറുണ്ട് ഓവറായിട്ടുള്ള ഒരു ഡ്രൈ സ്കിന്നിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ തണുപ്പ് കാലാവസ്ഥയിലൊക്കെ തന്നെ. അതല്ലെങ്കിൽ ചൊറിഞ്ഞു പൊട്ടാറുണ്ട്, സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ, സ്കിന്നിലെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പം ഇത് നേരിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏതെങ്കിലും കാരിയർ ഓയിൽ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി ഓയിലി സ്കിന്നുകാരാണെങ്കിൽ അവർക്കും തന്നെ പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഫേസ് ക്രീമോ അല്ലെങ്കിൽ ഫേസ് സിറോ ഒക്കെ തയ്യാറാക്കുമ്പോൾ ഓയിൽ കണ്ടൻറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു ഒലീവ് ഓയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ അത്ര തന്നെ വിസ്കോസിറ്റി, ആ ഒരു കട്ടി ഫീൽ ചെയ്യില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ തേച്ച് കുളിപ്പിക്കാനാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് ബോഡി മുഴുവനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും മുതിർന്നവർക്കായാലും ഫേസിൽ സ്കിൻ കെയർ നോക്കുമ്പോൾ ഫേസിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ക്യാരറ്റ് ഓയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഒരു ഒലീവ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൂടുതൽ ഗുണം തരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ സാലഡ് രൂപത്തിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതിന് പുറമെ ഒരു സ്പൂൺ വീതം ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. കഴിയുന്നതും അത് ബെഡ് ടൈമിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, ഇനി അതല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാം, ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇനി അതിന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫായിട്ടുള്ളൊരു വഴി സാലഡ്സിൽ ഒഴിച്ച് കഴിക്കാം എന്നുള്ളതാണ്.
ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് സ്കിന്നിൽ ഉപയോഗിക്കുന്നതിൽ അതിൻ്റെ റിസൾട്ടിൽ ഒരു സംശയവും തന്നെ വേണ്ട, നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ അത്രത്തോളം ഇഫക്റ്റീവാണ് എന്നുള്ളത്. ഇനി അത് മാത്രമല്ല ഓയിൽ പുള്ളിങ് ഉപയോഗിക്കുന്ന ഓയിൽ പുള്ളിങ് ഒരു നമുക്ക് ഡീടോക്സ് മെത്തേഡാണ് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്യൂരിഫൈ മെത്തേഡാണെന്നുള്ളത്. കാരണം വായിൽ ഓയിൽ നിറച്ചിട്ട് തുപ്പിക്കളയുന്ന ഒരു രീതി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ലെണ്ണയും ഒക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിലും തന്നെ ഈ ഒരു ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. ഹെയർ കെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും തന്നെ ഒരുപോലെ അത് യൂസ്ഫുൾ ആവണമെന്നില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ വിസ്കോസിറ്റി അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചിലർക്ക് അത് കൂടുതൽ ഓയിലി ആയിട്ടിരിക്കാനും സ്റ്റിക്ക് ചെയ്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന താരൻ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാരിയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഏതാണ്ട് നമ്മുടെ കാസ്റ്റർ ഓയിലിൻ്റെ അത്ര തന്നെ വിസ്കോസിറ്റി ഇല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു തിക്നെസ് ഇതിനുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ളതാണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ യൂസ് ചെയ്യുക. ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ സഹായകമാണ്. അതുമാത്രമല്ല ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം ഏത് പ്രായക്കാർക്കും ഏത് ആരോഗ്യസ്ഥിതിയിലുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഇത്തരം വിവരങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.